തടാകത്തിന്റെ തന്നെ മറ്റൊരു പ്രദേശമാണ് ദൃശ്യങ്ങളിൽ തടാകത്തിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് മാർഗങ്ങളാണ് ഈ കാണുന്നത്. കളക്കാട് മുണ്ടംതുറ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തടാകത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ വനമേഖലയിലുള്ള മൃഗങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ കടുവ, പിന്നെ പെരുമ്പാമ്പ്, കരടി തുടങ്ങിയ മനുഷ്യനെ ആക്രമിക്കാൻ സാധ്യതയുള്ള മൃഗങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വനമേഖലയാണ്. കളക്കാട് മുണ്ടംതുറ വനമേഖല എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. കന്യാകുമാരി, തിരുനെൽവേലി തുടങ്ങിയ ജില്ലകളിൽ 2 ജില്ലകൾ പങ്കിടുന്ന വനമേഖലയാണ് കളക്കാട് മുണ്ടംതുറ എന്ന വനമേഖല. വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിന്റെ താഴ്വരയാണ് നമ്മൾ നമ്മുടെ ദൃശ്യങ്ങളിൽ ഈ വെള്ളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനാന്തരങ്ങളിൽ ഒഴുകിയെത്തി ഡാമിൽ ശേഖരിക്കപ്പെട്ട് അവിടെ നിന്നും താമിരപരണി നദിയായി ഒഴുകി തിരുനെൽവേലി, തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി എന്നിങ്ങനെ 3 ജില്ലകളിലെ ജനങ്ങളെ ദാഹം തീർത്ത് തൂത്തുക്കുടി കടലിൽ ചെന്ന് സംഗമിക്കുകയാണ് ഈ വെള്ളം ചെയ്യുക. ഈ വെള്ളത്തിൽ ഈ ഭാഗത്ത് നമ്മൾ കുളിക്കുന്നതിലൂടെ ഭയങ്കര തണുപ്പാണ്. പകൽ സമയത്ത് നട്ടുച്ച നേരത്ത് വന്ന് കുളിക്കുമ്പോഴും നമുക്ക് വല്ലാത്ത ഒരു തണുപ്പ്, ഐസ് വാട്ടറിൽ കുളിക്കുന്ന ഒരു തണുപ്പാണ് നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നത്. കാരയാറ് എന്ന ഡാമിൽ ശേഖരിക്കപ്പെട്ട് അവിടെ നിന്നും തുറന്നുവിടുന്നതിലൂടെ ഒഴുകിയെത്തുന്ന ജലമാണ് പിന്നീട് താമിരപരണി നദിയായി ഒഴുകി നീങ്ങുന്നത്. തമിഴ്നാടിന്റെ 3 ജില്ലക്കാരുടെ ദാഹം തീർക്കുന്ന ഈ ദാഹജലത്തെ, താമിരപരണി എന്ന ഈ ദാഹജലത്തെ ഈ 3 ജില്ലക്കാർ, അതായത് തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി എന്നിങ്ങനെ 3 ജില്ലക്കാർ ഒരു ദേവിയായിട്ടാണ് വണങ്ങി വരുന്നത്. ഇവിടെ കുളിക്കാനും പ്രത്യേക സമയ നിയന്ത്രണങ്ങൾ സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ്. പ്രത്യേക പെരുമഴക്കാലത്ത്, അതായത് നമ്മുടെ കേരളത്തിന്റെ തെക്കൻ ജില്ലയായ തിരുവനന്തപുരം, കൊല്ലം തുടങ്ങിയ ജില്ലകളിലെ പെരുമഴക്കാലത്ത് ഉപരി ജലം ഇങ്ങോട്ട് തന്നെയാണ് ഒഴുകിയെത്തുന്നത്. അത്തരം കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് പോലും ജനങ്ങൾക്ക് അടുക്കാനൊക്കെയില്ല. ഏതാണ്ട് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്നതാണ് ശീലം. ആയതിനാൽ ഇവിടെ കുളിക്കുന്നതിന് വരെ കൃത്യ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. നിശ്ചയ സമയം കഴിഞ്ഞാൽ ഇവിടെ ഇറങ്ങി കുളിക്കാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പൊതുജനങ്ങൾ ഇറങ്ങാനോ ഗവൺമെന്റ് അനുവദിക്കുന്നതല്ല. ഈ താമിരപരണി തടാകത്തിലൂടെ അല്ലെങ്കിൽ ഈ നദിയിലൂടെ പരിസരത്ത് ഒരു ക്ഷേത്രം ഉണ്ടെങ്കിലും നിശ്ചിത സമയം കഴിഞ്ഞാൽ പോലും ഈ ക്ഷേത്ര പരിസരത്ത് ഭക്തരെ ഇവിടെ നിർത്താൻ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും ആവട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റും ആവട്ടെ ഒരിക്കലും അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൂരെ ഈ താമിരപരണി നദിയുടെ അങ്ങേ ഭാഗത്ത് അമ്മേനെ, താമിരപരണി നദീനെ അമ്മയായി സങ്കല്പിച്ച് വഴിപെട്ട് പൂജാകർമാദികൾ ചെയ്യുന്നതായി നമ്മുടെ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊരു സ്ഥിരം ക്ഷേത്രമല്ല. പക്ഷെ ഇത്തരം മാസങ്ങളിൽ, അതായത് കർക്കിടക മാസം, അതിനോടനുബന്ധിച്ച് ചില 1-2 മാസങ്ങളിൽ ഇത്തരം വേദി, താൽക്കാലിക വേദി ഉണ്ടാക്കി ഈ നദീനെ പൂജിക്കുക എന്ന് പറയുന്നത്
ഈ നാട്ടിലെ ഒരു ശൈലിയാണ്. കളക്കാട് മുണ്ടന്തുര് വനമേഖലയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. അതുപോലെ ചിത്രീകരിക്കാനാണെങ്കിലും ഒരുപാട് പ്രദേശങ്ങളുമുണ്ട്. പകൽ സമയം ഭയങ്കര വെയിലായതിനാൽ ചിത്രീകരിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നു. ഒന്നല്ലെങ്കിൽ പുലർച്ചെ അല്ലെങ്കിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം എന്നീ സമയങ്ങളിൽ ചിത്രീകരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഏകദേശം ഒന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പക്ഷം നട്ടുച്ച നേരത്ത് വന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ചിത്രങ്ങൾ തികച്ചും ഒരു മങ്ങിയ ദൃശ്യങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല, മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. കളക്കാട് മുണ്ടന്തുര വനമേഖലയോട് ചേർന്ന പ്രദേശത്ത് നിന്നും തടാകത്തിൽ നിന്നും ദീപം FIS ചാനലിന് വേണ്ടി ഈ ചാനലിൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മാന്യമായ വിലയേറിയ അഭിപ്രായങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തുക. ഒരാള് ചാടാൻ പോവാണ്, അതും കൂടി ഒന്ന് കാണിച്ച് പൂർത്തിയാക്കിയേക്കാന്ന് വെച്ചു. ഇതിന്റെ അടിത്തട്ട് മുഴുവനും പാറകളാണ്. ഈ തടാകത്തിന്റെ തടാകമായിട്ട് മുൻപരിചയമില്ലാത്ത വ്യക്തികൾ ചാടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പാറകളുടെ ഇടുക്കിലിട്ടായിരിക്കും ചെന്നുപോയി അടിയിട്ട് കൈയും കാലും പരിക്കുകളോടായിരിക്കും കരകയറുന്നത്. എന്തായാലും നമ്മുടെ ചാനൽ പരിപാടി കളക്കാട് മുണ്ടന്തുര എന്നുള്ള ദൃശ്യങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.